ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് കുറച്ച് മരാമത്ത് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും വരുന്നു പറഞ്ഞിട്ട് അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ മണൽ സിമൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഡിവൈനും ഡോണും പിള്ളേരും അവിടെ സുഖമായിട്ടിരിക്കണം. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ഉച്ച കഴിഞ്ഞ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ അവർ നേരത്തോടെ എത്തി. അങ്ങനെ രാവിലെ ഇങ്ങനെയാണ് നമ്മളുടെ മുറ്റം. ഇന്നും ഇന്നലെ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം കുറച്ച് അധികം പണികളുണ്ട്, മുകളിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അത് പണിക്കാരുടെ സൗകര്യം പോലെയാണ് നമ്മളത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചവിട്ടി ഇങ്ങനെ ഇട്ടിട്ടുള്ളത് 3-ാം നിലയുടെ മുകളിലേക്ക് കയറണം, അതായത് സോളാറിൻ്റെ അവിടേക്ക്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടൈൽസിൻ്റെ പണി കഴിഞ്ഞ് ടൈൽസ് കുറേ അവിടെ പൊട്ടിയതിരിക്കുന്നുണ്ട്, പൊട്ടാത്തത് കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ നേരത്തോടെ എണീറ്റു. കാരണം എന്താണെന്ന് വെച്ചാൽ പണിക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം, ചായ വയ്ക്കണം. പിന്നെ അവിടെ സിമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉള്ള പരിപാടികളൊക്കെ വേഗം വേഗം കഴിച്ചു വെച്ചാൽ അത്രയും ഒരു സ്വസ്ഥതയായല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികളാരുമില്ല. ഡിംപിളുണ്ട്, ഡിംപിളും പാച്ചും ഉറങ്ങാണ്. ഞാൻ അവരെ വിളിച്ചിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിമൻറ്റും എനിക്കിപ്പോൾ അത് നല്ല നീരുവീഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ ഓരോ പരിപാടികൾ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഡാഡി ഓൾറെഡി ഒരു കട്ടൻ കുടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് ചായക്കുള്ള വെള്ളം വെച്ച് നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ ഡിംപിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഞാൻ വല്ല റസ്ക്കും കാപ്പിയൊക്കെ കുടിച്ചോളാം, അവൾക്ക് ഇന്നത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആർക്കും വലിയ നിർബന്ധമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേന്ത്രപ്പഴം കഴിച്ചോളാം, എനിക്ക് വേണ്ടിയിട്ട് പെടഞ്ഞെണീറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും എണീറ്റ നിലയ്ക്ക് ഞാൻ വിചാരിച്ചു രാവിലെ ചായ വെച്ച് പിന്നാലെ മറ്റേ ഗോതമ്പുണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ് ഞാൻ അന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡിക്കും ഇഷ്ടമാണ്, എനിക്കും അത് മതി. ഡിംപിളിന് പിന്നെ അത് ഇഷ്ടമല്ല. ഒന്നാമത് എണീറ്റിട്ട് അപ്പോഴത്തെ കാര്യം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്പം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായ ആദ്യം ഉണ്ടാക്കിയിട്ടോ. അപ്പോഴേക്കും പണിക്കാർ വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ജോയ്, അതായത് ഞങ്ങൾ നെല്ലികുന്ന് അങ്ങാടിയിൽ ഞങ്ങളുടെ തറവാടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് റൂത്ത് എഴുത്തിന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയും കുറേ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 മക്കൾ. അതിൽ എൽസുട്ടേച്ചി, ഗ്രേസി, ലൂസി, പിന്നെ എന്താ പറയുക ജോയ്, ഡേവി, പിന്നെ അഭി, അങ്ങനെ അത്രയും മക്കൾ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമാണ്. ഒക്കെ ചെറുപിള്ളേരാണ്. എൽസു ടീച്ചറെ മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൽസു ടീച്ചറെ 2 മക്കളിൽ ഒരാളെ ഞാൻ ദയ ഹോസ്പിറ്റലിൽ കണ്ടു. അപ്പോൾ ഈ ജോയിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം എനിക്ക് തോന്നുന്നു ഒരു 38 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ട്. അപ്പോൾ ശരിക്കും ചെറുപ്രായത്തിൽ നിന്ന് വയസ്സായ ഒരു പറഞ്ഞു എൻ്റെ മക്കളുടെ അപ്പാപ്പനാണ് ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടാണ്. അപ്പോൾ ഡാഡിക്കും അതെ, കൂടെ നിന്ന് ഓരോ പഴയ വിശേഷങ്ങളും കാര്യങ്ങളും അവരൊക്കെ ഒന്നിച്ച് എന്താ പറയുക അവിടെ ജീവിച്ചവരല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ വിശേഷങ്ങളും പറഞ്ഞപ്പോൾ ഞാനും അതിൽ കൂടി കുറേ പഴയ വിശേഷങ്ങളും കാര്യങ്ങളും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാൻ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ വേഗം പഴം പുഴുങ്ങാട്ടു, നല്ല നാടൻ പഴം കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങാനായിട്ടിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ അവർ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വരിക, പണിക്ക് വരുന്നതിലും ഒക്കെ കഴിച്ചിട്ടാണ് വരിക. അപ്പോൾ ഡാഡിയോട് ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡാഡി പണിക്കാർ വന്നു കഴിഞ്ഞാൽ ഡാഡിക്ക് പിന്നെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അവരുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ രാവിലെ എങ്ങനെ വെച്ചാൽ ഇവർ വരണതിലും ഫസ്റ്റ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി വാടകയ്ക്ക് എടുക്കണം, അങ്ങനെ അവരുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ ഒക്കെ നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ കൂടിയായിട്ട് പോയി. അപ്പോൾ അടുത്ത പണി ഫസ്റ്റ് പണി ഇതായിരുന്നു. അതായത് നമ്മളുടെ മുറ്റത്തെ ഈ ഇഷ്ടികകൾ മുഴുവൻ വണ്ടി കയറിയിട്ട് ഇങ്ങനെ കുഴിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ ഡോൺ വണ്ടി വരണതിന് മുമ്പായിട്ട് അവിടെ ഡോൺ വണ്ടി എടുത്തപ്പോഴാണ് അവിടെ സിമൻറ്റ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്, മണലിറക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ അപ്പോൾ വഴങ്ങിയാല ഡാഡി വാങ്ങിയിട്ട് വന്നു കേട്ടോ. ചട്ടി വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് അത് വാങ്ങിയിട്ട് വന്നു. പഴം ഞാനിവിടെ പുഴുങ്ങി. അങ്ങനെ അവർക്ക് ചായ കൊടുത്തു. അവർ ചായ കുടിക്കണ നേരത്തിന് ഡാഡിയും ഇവിടെ ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാനും അപ്പം തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഉച്ചകാലത്തേക്ക് എടുത്തപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറും കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡിംപിളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആ ദോശമാവ്, ആ ഒരു ദോശ മതി, മുട്ട ദോശ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഡാഡി പറഞ്ഞു എനിക്കങ്ങനെ നിർബന്ധമില്ല, ഉള്ള കറിയും കാര്യങ്ങളും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 4 സോസേജ് എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ അവരുടെ ആ സംഭവം കഴിഞ്ഞു. എനിക്ക് അതിൽ സോയ ഇരിക്കുന്നുണ്ട്, 2 മുട്ടയും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ നിന്ന് കുറേ വർത്തമാനം പറഞ്ഞ്, നമുക്ക് പരിചയമുള്ള ഒരു പണിക്ക് വരുമ്പോൾ നമുക്കൊരു സുഖമാണ് അവരോട് വർത്തമാനം പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതാ ഇങ്ങനെ ചെയ്തോ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അധിക ഭാഗം പണിക്കാർ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. എങ്ങനെയാണ് ജോയി അതിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോട്ടാന്ന് പറയും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ, കാരണം ഇവിടെ ആദ്യം ഒരു മറ്റേ വലിയ ഗേറ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഓൾറെഡി അവിടെ തിണ്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു വരി കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വേർതിരിവായി. പിള്ളേർ മെയിനായിട്ട് ഈ പരിസരത്തേക്ക് കടക്കാണ്ടിരിക്കാനാണ് ഈ ഗേറ്റും ഈ മതിലും ഇങ്ങനെ കെട്ടണത് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് കിടക്കില്ല, അല്ലെങ്കിൽ ഈ ആൾമറ വളരെ കുറവാണ്. നമ്മുടെ പിള്ളേർ 3 പേരുണ്ട്, പട്ടികൾ 3 പേരുണ്ട്. അപ്പോൾ അത് അതിൽ നിന്നൊരു എന്താ പറയുക, നമ്മൾ എപ്പോഴും ഒരു തടക്കി എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മതിലിൻ്റെ ഈ മറ്റേ ഗോപുരം പല രീതിയിൽ പല സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ ജോയോട് പറയും, ജോയ് അത് എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിച്ച് തായോ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മതിലിൻ്റെ അവിടെ നല്ല ഭംഗിയിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കറക്റ്റ് ഭംഗിയിൽ ഞാൻ കാണിച്ചാൽ, ഇതിപ്പോൾ നെറ്റിൻ്റെ ഇടയിൽ കൂടി ആയ കാരണം നിങ്ങൾക്കും കാണുന്നുണ്ടാവില്ല. ഇത് ശരിക്ക് നമ്മൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് കുറേ മുമ്പ് നമ്മളുടെ, അതായത് ഡോണിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പ്, ഡോണിൻ്റെയും ഡിവൈൻ്റെയും കല്യാണത്തിൻ്റെ മുമ്പ് നമ്മളുടെ മതിൽ റോഡ് എടുത്ത് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മതിലിൻ്റെ ഒരു പോർഷൻ മാറ്റിയതാണ് നമ്മളുടെ പിന്നിൽ കാണുന്ന ബെഞ്ച്, പിന്നെ ഈ സംഭവം, പിന്നെ നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള ഫിഷ് ടാങ്ക് ഇരിക്കുന്ന അതൊക്കെ അതിൻ്റെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നിലുള്ള ബെഞ്ച് അതൊക്കെ ആ സ്നേഹമതിലിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, നല്ല ഭംഗിയിൽ ചാന്തൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ മറ്റേ ഓവൽ ഷേപ്പിലുള്ളതിനും കൂടി ഒരു സ്ഥാനം കണ്ടുപിടിച്ച് തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയും കൂടി പണിയുണ്ട്. അപ്പോൾ നാളെയും കൂടി നോക്കിയിട്ട് എവിടെയാണോ നല്ല സ്ഥലം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജോയ്. അപ്പോൾ അതാ ഞാൻ പറയാം, നമുക്ക് പരിചയമുള്ളവരാകുമ്പോൾ ചെയ്യിക്കാനൊരു രസമുണ്ടത്. അങ്ങനെ അടുത്ത പണി ഇതാ ഇവിടെയായിരുന്നു കേട്ടോ, കിണറിൻ്റെ ഈ വശത്ത്. അപ്പോൾ ടൈൽസ് കണ്ടമാനം പൊട്ടിയത് മുകളിലുണ്ടായിരുന്നു, പൊട്ടാത്തതുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്താണ് പോൾസൺ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നേ കേട്ടോ. പോൾസൺ പേപ്പർ വന്ന് ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. അപ്പോൾ പോൾസേട്ടൻ വന്നപ്പോൾ തൊട്ട് തുമ്മൽ തുടങ്ങിയിട്ടിട്ട് അലർജിയുടെ. അപ്പം ഞാൻ വിചാരിച്ചു പോൾസേട്ടനാണെന്ന്. പക്ഷേ പോൾസേട്ടൻ പോയതിൻ്റെ പിന്നാലെ ഞാനും തുമ്മി ഞാൻ ഇപ്പോഴും എനിക്കൊരു കോൾഡിൻ്റെ ഒരു വശമുണ്ട്, ഞാനൊരു ഡോളോ കഴിച്ചിട്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഫിഡൻറ്റിൻ്റെ അവിടെ നിന്ന് ആൾ വന്നത്. അപ്പോൾ ഡിംപിൾ ആയിട്ട് സംസാരിച്ച് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അങ്ങനെ ആ ചേട്ടനും പോയി. പിന്നെ പോൾസേട്ടൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ അക്കിയുടെ വിശേഷം, അങ്ങനെ ചേച്ചിയുടെ വിശേഷം. അപ്പോൾ അക്കിക്ക് ഹെർപ്പിസിൻ്റെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നല്ല പെയിനാണ്. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഒന്ന് പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ആ വിശേഷവും കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാ ഇവിടെ ഈ ഒരു പോർഷനിൽ സിമൻറ്റ് ഇട്ടിട്ട് ഇതാ ഇഷ്ടിക വിരിച്ചു. അപ്പോൾ ഞങ്ങൾ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനും ഡിവൈനൊക്കെ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ വെറുതെ ചാന്ത് വെച്ചിട്ട് ഇഷ്ടിക കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി എന്നാണ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതും വിചാരിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷേ ഡാഡിക്ക് അത് മനസ്സിലാവാണ്ടോ എന്തോ. അപ്പോൾ ജോയും ഈ ഇഷ്ടിക പൊട്ടാത്ത ഇഷ്ടിക ഉണ്ടായിരുന്നല്ലോ, അത് നല്ല ഭംഗിയിൽ അവിടെ നിരത്തി വെച്ചു. എന്നാൽ പിന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അതങ്ങനെ വെച്ചു. അപ്പോൾ ഉച്ചയാലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പം ഞാൻ ഒരു തുണ്ട് മറ്റേ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒതുക്കിയപ്പോൾ ഒരു ചെറിയ കഷ്ണം നമ്മുടെ ഇതിൻ്റെ മൂട് ഭാഗം ഇരിക്കുന്നു, നമ്മുടെ ബ്രെഡിൻ്റെ. അപ്പം ഞാനത് കളയണ്ടല്ലോ, അതൊരു പീസ് എടുത്ത് കഴിച്ചു. ഡിംപിളിൻ്റെ മുട്ട ദോശ ഉണ്ടാക്കി. അപ്പോഴേക്കും ഡിംപിൾ പോൾസൺ പേപ്പർ വന്നോടുകൂടി എണീറ്റു കേട്ടോ. അവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈൽസ് ഇട്ടിട്ട് പോയിൻ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അറിയാം. അപ്പോൾ ആ സമയത്താണ് ഇത് അവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനും കൂടി ഒന്ന് പിടിക്കേണ്ടി വന്നു. എന്നാലും എനിക്ക് വലിയ ടാസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഓയിൻമെൻറ്റ് തേക്കുന്ന നേരത്ത് മാത്രം ഞാനൊന്ന് പിടിച്ചുള്ളൂ. അതുവരെ ഡാഡി മോളും കൂടിയിട്ട് അവനെ ഒന്ന് എന്താ പറയുക കുളിപ്പിച്ചെടുത്തു. ഇന്ന് തലയുമേലൊക്കെ കുളിച്ചു കേട്ടോ. സുഖമായിട്ട് കുളിച്ച് സുന്ദരകുട്ടനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന് തന്നെ തലയൊക്കെ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഉത്സാഹമായി, ഒരു ഉഷാറായി. അപ്പോൾ ഇന്ന് കുറച്ച് മൂളിയുള്ളൂ. കാരണം കാര്യമായിട്ടൊന്ന് ഡിവൈൻ ഉണ്ടെങ്കിലാണ് അവനെ കുളിപ്പിക്കാമെന്നുള്ളൊരു പേടിയാണ്. പക്ഷേ ഇന്ന് രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് വാശി തുടങ്ങിയിട്ടുണ്ട്. അതായത് അസുഖങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു തരം വാശി ഉണ്ടാവുമല്ലോ, അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി കുറുമ്പ് ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ് എണീക്കിനോട് കൂടിയിട്ട് പൊട്ടക്കുട്ടിയാവായിക്കോ, ഗുഡ് ബോയ് ആവണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ അവൻ മറ്റേ ഫോണിൻ്റെ കവറ്, മൂപ്പരുടെ വീക്ക്നെസ് ഫോണിൻ്റെ കവറ്, അതൊക്കെയാണ് മൂപ്പരുടെ വീക്ക്നെസ് കേട്ടോ.
അല്ലാണ്ട് ഗെയിം കാണാം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇലക്ട്രോണിക് സംഭവങ്ങളാണ് മൂപ്പരുടെ ഇത്. അപ്പോൾ ഫോൺ കൊടുക്കാണ്ട് കവർ കൊടുത്തേക്കാം. അപ്പോൾ കുറച്ച് ഇവിടേക്ക് വരുമ്പോൾ അവനെയും ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞാനും ഡിമ്പിളിനോട് പറഞ്ഞു, അവനും എത്ര നേരം എന്ന് വെച്ചിട്ട് എങ്ങനെ ഇരിക്കുക, കുറച്ച് നേരം വീഡിയോ ഗെയിം എടുത്തിരിക്കും, കുറച്ച് നേരം മറ്റേ വാട്ടർ ഗെയിം ഇരിക്കും. പിന്നെ അതൊന്നും ഒരനക്കമില്ലാത്ത സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയും, ഇപ്പം കരയിപ്പിക്കേണ്ട, ഫോൺ ചോദിച്ചാൽ കൊടുക്കുക, അവന് വേറെ എന്തെങ്കിലുമൊക്കെ അല്ലേ കാണുന്നത്, കാണട്ടെ എന്ന് പറയും ഞാൻ. എന്നാലും ഡിമ്പിൾ അധിക ഭാഗം കൊടുക്കാണ്ടൊക്കെ നോക്കൂട്ടോ. അങ്ങനെ ഞാൻ മുട്ട ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം കുറേ കഴിഞ്ഞിട്ടാണ് ഡിമ്പിളിന് കഴിക്കാൻ വരാൻ പറ്റുള്ളൂ. ഇവനെ കുളിപ്പിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇവനെങ്ങനെയാ വെച്ചാൽ ഒരു നേരം പോലും ഒരാളും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കില്ല. ഭയങ്കര പേടിയാണ് ഇപ്പോൾ. മറ്റേത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരുന്ന കുട്ടിയാട്ടോ. അങ്ങനെ ഞാൻ എനിക്കുള്ള സംഭവം ഉണ്ടാക്കണു. വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ നമ്മുടെ സോയ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് എന്തത് മൂന്നാമത്തെ ദിവസമായില്ലോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, എനിക്കൊരു പിടി ചോറിനാനല്ലേ ഇത് ധാരാളം മതി എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ചോറും കുറച്ച് സോയയും കൂടി ആകുമ്പോൾ വയറ് നിറയും. അപ്പോൾ അതിൽ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി ഡാഡിക്കും ഡിമ്പിളിനും വേണമെങ്കിൽ കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും അതിൽ നിന്ന് കുറേശ്ശെ എടുത്തു. അവർക്ക് വേണ്ടി ഞാൻ സോസേജും വറുത്തു. അപ്പോൾ ഡാഡി ഇന്നലത്തെ ആ പരിപ്പ് കറിയും ചീരയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു, സോസേജും പിന്നെ എൻ്റെ സോയയും കൂടി എടുത്തിട്ട് ഡാഡിയും കഴിച്ചപ്പോൾ ഞാൻ അവിടെ ഈ കിച്ചണിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ നേരെ പരിയപ്പുറത്താണ് കഴുകലെടുക്കലൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇരട്ടി ബുദ്ധിമുട്ടാണ്. എന്നാലും സാരില്ല. അപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത്. ഈ മഴ വന്ന നേരത്തെ ഡാഡി പോസ്റ്റ് ചെയ്യാൻ പോയേക്കാം. 1:30 ആയിട്ട് കേട്ടോ. അപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, പണിക്ക് ഉള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വേഗം എന്നോട് ഇത് ചോദിച്ചു, ഇത് മറയ്ക്കാനായിട്ട്. അപ്പം ഞാൻ പിന്നെ സൈഡിലൊക്കെ പോയി എന്തോ ഭാഗ്യത്തിന് തൊട്ടപ്പോൾ തന്നെ വലിയൊരു കവർ കിട്ടി. അത് കീറി ഞങ്ങൾ രണ്ടാളും കൂടി പിടിച്ച് കീറി അതവിടെ ഇട്ടു. അല്ലെങ്കിൽ മഴയത്ത് നമ്മൾ പണിയുമ്പോൾ പറയില്ലേ, അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും വന്നു ഡോണും ഡിവൈനും പിള്ളേഴ്സും. അപ്പം ഞാൻ വന്ന വഴിക്ക് അപ്പം ഞാൻ ഹോൺ അടിക്കണ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിപ്പൊന്നും എത്തില്ല. അപ്പം ഞാൻ ഏറ്റവും ബാക്കിലാണ് പാത്രം കഴുകേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവർ രാവിലെ അഞ്ച് പിന്നെ വന്ന് നോക്കിയപ്പോഴേ ഇവരപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, അയ്യോ ഡിവൈനെ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു മമ്മി കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചോറുണ്ട്, കറിക്ക് മുട്ട എന്തെങ്കിലും പൊരിച്ച് തരേണ്ടി വരും, അതുകൊണ്ട് ഇല്ല ഞങ്ങൾ കഴിച്ചു. അപ്പോൾ തോമു പറഞ്ഞു ഞങ്ങൾ ചിക്കൻ കഴിച്ചിട്ടാണ് വന്നത്, ജ്യൂസ് കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പാച്ചുവിനോടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോയതാണെന്നൊന്നും പറയായിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ലീലമാമേരെ അവിടേക്ക് പോയി, കാറ്റഗിസത്തിന് പോയി, അങ്ങനെ കുറേ അവരവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടാളും മുകളിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഡിവൈൻ്റെ വരവ് കേട്ടോ. ഡിവൈനെ കണ്ട ഇവന് ഭയങ്കര പേടിയാണ്. ഇപ്പം മുഖത്തേക്ക് നോക്കണ്ടായിരുന്നില്ല കേട്ടോ. കണ്ട വഴിക്ക് കണ്ടോ, ആദ്യം അവന് പേടി, ഇനി ഡിവൈൻ വന്നിട്ട് ഇനി കുളിപ്പിക്കാനായിട്ട് ഇരിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിവൈൻ കാണിക്കണം കിൻഡർ ജോയ്. കാരണം എപ്പോൾ ഡിവൈൻ പുറത്ത് പോയാലും ഇവൻ ആകെ ആവശ്യപ്പെടുക കിൻഡർ ജോയ് വേണമെന്നാണ്. അപ്പോൾ അത് ആ കിൻഡർ ജോയ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ചക്കര ഉമ്മ പഞ്ചാര ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഉമ്മയാണ്. ആ ഉമ്മ കഴിഞ്ഞ് അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഡിവൈൻ ഒരെണ്ണമല്ലേ കൊണ്ടുവന്നുള്ളൂ, എനിക്ക് ഡാഡി 2 എണ്ണം കൊണ്ടുവന്നു. അപ്പോൾ ഡിവൈൻ പറഞ്ഞു എന്നാൽ ഞാനിതും കൊണ്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെയാണ്, എടാ വാടാ പോടാ അങ്ങനെയാണ് അവരുടെ ബന്ധട്ട. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ ഒക്കെ കൊടുത്ത് അവർ കോംപ്രമൈസിലെത്തി. അപ്പോൾ പറയായിരുന്നു ലീലമ്മ, അപ്പോൾ ഇവൻ്റെ വിചാരം ലീലമാമയുടെ അവിടേക്ക് പോയി എന്നാണ്. അപ്പോൾ ലീലമാമോട് പറഞ്ഞോ എനിക്ക് വാവുക എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഡോൺ പറയായിരുന്നു ഇന്നലെ നിന്നെ പിടിച്ചിട്ട് ഡോണങ്ങളുടെ കൈയൊക്കെ വേദന എടുക്കണമെന്ന്, കാരണം ഇപ്പം ഭയങ്കരമായിട്ട് കൊതറും. അങ്ങനെ 2 മണിയായപ്പോഴേക്കും ഡാഡി പോസ്റ്റ് കഴിഞ്ഞ് വരണോടുകൂടി മുട്ടയും കൊണ്ടാണ് വന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട അധിക ഭാഗം 3 പേർക്കും ഓരോന്നെങ്കിലും ഒരു ദിവസം അകത്തേക്ക് ആക്കി നിർബന്ധമായിട്ടും കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഡാഡിക്കായാലും എനിക്കായാലും. ഞാനൊക്കെ ചില സമയത്ത് മറന്നു പോവും, എന്നാലും ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് മുട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ സൈഡിലൊക്കെ തേച്ച് തുടങ്ങി. അപ്പോൾ ഇനി ഇന്നത്തെ ചിന്താവിഷയം, ചില ഓർമ്മകൾ അങ്ങനെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഓടി വന്ന് കണ്ണുപൊത്തും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, അവസാനം കണ്ണും നിറയ്ക്കും. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ചില സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ടാവും ആരെക്കുറിച്ചെങ്കിലും ഒരു ഓർമ്മ വരിക. അത് വന്ന് എല്ലാ ഓർമ്മകളും കഴിയുമ്പോൾ നമ്മളുടെ കണ്ണ് നിറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മളധിക ഭാഗം നമ്മൾ സന്തോഷത്തിനേക്കാൾ കൂടുതൽ നമുക്ക് നല്ല നല്ല ഓർമ്മകൾ വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുക ചെയ്യുക. അപ്പോൾ അതാണ് എന്താ പറയുക, എനിക്കത് വായിച്ചപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാൻ ഉടനെ ഇന്നത്തേക്ക് എടുത്തിട്ടതാട്ടോ. അങ്ങനെ ഞാൻ ചായ വെച്ചു. വീണ്ടും അവർക്ക് ചായ കൊടുക്കണ്ടേ. അപ്പം ഞാൻ കിടക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അവർക്ക് വരുമ്പോൾ 3:30 ആകുമ്പോഴേക്കും നമ്മൾ ചായ കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഡാഡിയെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിയിട്ട് പോരെ എന്ന് പറഞ്ഞപ്പോൾ ഡാഡി വടയും ബോണ്ടയാണ് കൊണ്ടുവന്നത് കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ജോയിയുടെ വൈഫ് ഇവിടെ അടുത്ത് ഒരു ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ ജോയ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയൊക്കെ വെക്കുമായിരുന്നു മുമ്പ്. ഞാനൊക്കെ കാണുന്ന സമയത്ത് ബിരിയാണി വെപ്പുകാരനായിരുന്നു. പിന്നെ അത് വിട്ടിട്ടാണ് ഇപ്പോൾ ഈ പണിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ വൈഫാണ് ഇപ്പോൾ നന്നായി വെക്കുന്നു പറയും. ഇപ്പോൾ ഒരു വീട്ടിലാണ് ആ ഒരു അമ്മാമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട്, അമ്മാമ്മയല്ല ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിമ്പിളിനെയും ഞങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. ഇവിടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ മോളി എന്ന പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം കുറേ നാളായിട്ട് ജോയിനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ 10-38 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞതോ കുട്ടികളുടെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ മോളി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളിൻ്റെ എല്ലാ വീഡിയോസും കണ്ട് ഡിമ്പിൾ ഫാനാണ്. അപ്പോൾ ഡിമ്പിളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ വന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പഴയ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പെങ്ങന്മാരുടെ വിശേഷമൊക്കെ ചോദിച്ച് അപ്പോൾ അങ്ങനെ മോളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മോളിയും ജോയും കൂടിയിട്ട് പോയിട്ടോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കുറേ പഴയ ഓർമ്മകൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ വളരെ കുറവാണ്. അന്നെന്നൊക്കെ പറഞ്ഞാൽ അന്നല്ല ഇപ്പോഴായാലും അങ്ങാടിയിൽ എന്ന് പറയുമ്പോൾ നിറച്ച് വീടുകളാണ്. ഇപ്പോൾ ചിറ്റാട്ടുകര അങ്ങാടി ആയാലും ഇപ്പോൾ നമ്മുടെ ഈ നെല്ലിക്കുന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ ആയാലും നിറച്ച് വീടുകളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കാരണം ആ അറ്റത്ത് നമ്മളുടെ ഏറ്റവും അറ്റത്തെ വീടാണ്. അപ്പോൾ ഈ വീടുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ എല്ലാ അവിടുത്തെ വിശേഷങ്ങൾ പള്ളിയിൽ പോകുമ്പോഴായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ. ഒരു വീട് കഴിഞ്ഞ് ഒരു ചെറിയൊരു പറമ്പ് അല്ലെങ്കിൽ അടുത്തൊരു വീട്. അപ്പോൾ ചിലപ്പോൾ ഒരു വീട് ക്രിസ്ത്യൻ്റെ ആണെങ്കിൽ അടുത്ത വീട് ഹിന്ദുവിൻ്റെ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഒന്നിച്ചാവില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരിത്. അങ്ങനെ പണിക്കാരൊക്കെ പോയതിന് ശേഷം ഡാഡി പള്ളിയിലേക്ക് ഒന്ന് പോയി. പള്ളിയിൽ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ ബോക്സും പെൻസിലും പേനയൊക്കെ, അതൊക്കെ ഒന്ന് പള്ളിയിൽ കൊണ്ടു കൊടുക്കാനായിട്ട്. അതായത് ഏതോ നമ്മളുടെ പള്ളിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യം ഇതാണ്. നടത്തറ പള്ളിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്കോ പേനയോ പെൻസിലോ റബ്ബറോ ബോക്സോ വാട്ടർ ബോട്ടിലോ എന്താണോ നമുക്ക് പറ്റുന്നത് ആ പറ്റുന്ന സാധനങ്ങൾ അവിടെ ഇട്ടാൽ അവർ അത് ആരുടെ കയ്യിലാണോ എത്തിക്കേണ്ടത് സുരക്ഷിതമായിട്ട് അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിക്കും. അപ്പോൾ അത് നമ്മൾക്ക് ഒരാളെയും തിരഞ്ഞു പിടിക്കേണ്ട. നമ്മൾക്ക് എന്താണോ പറ്റുക അത് അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ അവിടെ അതിൻ്റേതായ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഡാഡി പോയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ നേരിട്ട് കൊടുത്തേന്ന് പറഞ്ഞു കേട്ടോ. കൊച്ചച്ഛണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുർബാന നടക്കുക. അപ്പോൾ ഡാഡി പള്ളിയിൽ പോയി കുർബാനയും കഴിഞ്ഞ് കൊച്ചിൻ്റെ അടുത്തും പോയിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ നിങ്ങളായാലും നമുക്കിപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളൊരു ദശാംശം കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് എപ്പോഴും ഇങ്ങനെ കാശ് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കില്ലെങ്കിലും കുറച്ചൊരു സംഭവം ഞാൻ പറയും. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, എന്നിട്ട് മതി പുറത്തേക്ക് ദാനം ചെയ്യലെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ. കാരണം നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും ആവശ്യക്കാർ. അപ്പോൾ അവർക്ക് കൊടുക്കാണ്ട് പേര് കിട്ടാൻ വേണ്ടി പുറമെയുള്ളവർക്ക് കൊടുക്കുക പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പള്ളിയിൽ ഇങ്ങനെ കുട്ടി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആവുന്നത് മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുരിയേച്ചിറ പള്ളിയിൽ ഡ്രസ്സുകളാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ 10 ജോഡി ഡ്രസ്സൊക്കെ ഉണ്ടായി ഇഷ്ടം പോലെ. ഇപ്പം അങ്ങനെയല്ല. ഓരോ ദിവസം മാറിയാലും ഒരു മാസം മാറിയാലും കഴിയാത്ത ഡ്രസ്സുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്ക് പുതിയത് വരുമ്പോൾ പഴയത് ചിലപ്പോൾ 1-2 വട്ടം ഇട്ടുണ്ടാവുള്ളൂ. അത് വേണ്ട. അപ്പോൾ അങ്ങനെ വരുന്ന സംഭവങ്ങൾ അലക്കി തേച്ച് വൃത്തിയാക്കിയിട്ട് കുരിയേച്ചിറ പള്ളിയിലാണ് നമ്മളതവിടെ കൊണ്ടുവന്ന് വെക്കുക. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ആരുടെ ആയാലും അവിടെയാണ് കൊടുക്കുക. തിരിച്ച് കുറച്ച് എന്താ പറയുക വല്ല ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെന്നായിപ്പാറയിൽ അവിടെ നല്ലതും ഇങ്ങനത്തെയും ഒക്കെ കൊടുക്കാം. അവിടെ പിന്നെ ഇങ്ങനത്തെ കൊടുത്താലും അവിടെ എന്തിനെങ്കിലും തുടച്ച് നീക്കാനെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നടത്തറ പള്ളിയിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് ഇതായിരുന്നു സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ വെയിറ്റിയായി. ഞാൻ വേഗം നമ്മളുടെ ബിസിനസ് നമുക്ക് കൂടെ കൊണ്ടുപോകണമല്ലോ, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഭംഗിയിൽ. അപ്പോൾ ഞാൻ വേഗം അതിന് വേണ്ടിയിരുന്നു. പിള്ളേർ ഇതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അവരവരുടേതായ ലോകത്ത് നിൽക്കണം. അപ്പോൾ പാച്ചുവിൻ്റെ അടുത്ത് ഒരാൾ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ചാക്കോനെയും തോമൂനെയും അങ്ങോട്ട് വിട്ടില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി കൂടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി പുറത്ത് വന്നിട്ട് ഡിവൈനും ഡോണും കൂടെ ഇരുന്നു. കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലിരുന്നു. ഡിമ്പിൾ കിച്ചണിൽ നാളേക്കുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പേരി ചാറ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പട്ടികളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഗേറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തൊക്കെ, അല്ലെങ്കിൽ അവർ ആ സിമെൻറ്റ് ഇട്ടുകൊടുത്തേക്കൊക്കെ ഓടും. അപ്പോൾ നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങേ സൈഡ്, അതായത് ഇതിപ്പോൾ ഇങ്ങേ സൈഡാണെങ്കിൽ ആ സൈഡും നമ്മളുടെ ഗേറ്റ് വെച്ചിട്ടുള്ള
സംഭവം തന്നെയാണ്. മുമ്പ് നിറച്ച് ചെടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും ഒരു സ്റ്റോർ പോലെയായി അവിടെ. അവിടുത്തെ നിലം ഇതുപോലെ പരിക്കനിട്ടിട്ടാണ് കിടക്കണേ. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കായാലും ഒന്നും ഒരു എന്താ പറയുക, മണ്ണിൻ്റെ അംശമേ ഉണ്ടാവില്ല. എപ്പോഴും കഴുകിയിട്ട് കഴിഞ്ഞാൽ ക്ലീനായിട്ട് അവിടെ കിടക്കും. അപ്പോൾ നാളെ ആ വശമാണ് ചെയ്യാൻ വരുന്നത് കേട്ടോ. കാരണം മണലൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ സിമെൻറ്റും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ആ മണൽ അങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ. പിന്നെയും കുറച്ച് മരാമത്ത് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവിടെ തുടയ്ക്കാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നാളത്തെയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ തിക്ക് തിരക്കില്ല. അവർ വരുമ്പോൾ അവർക്കുള്ള ചായ വെച്ച് കൊടുക്കുക, നമ്മൾ സമയം തെറ്റാണ്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ആയി ഇവർ ഒക്കെ കയറിപ്പോയി. അപ്പോൾ അപ്പാപ്പനും മോളും കൂടിയിട്ട് പാച്ചുവിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കരച്ചിലും ബഹളം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയല്ല, എനിക്ക് ഭയങ്കര ആകെ കൂടെ ഒരു വിഷമമാണ് ആ കരച്ചിൽ കേൾക്കുമ്പോൾ. അപ്പം ഞാൻ വെറുതെ കരയിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും. ഇപ്പോൾ ഫോണൊക്കെ ചോദിച്ച് കരഞ്ഞ് ഇവർ കൊടുക്കാണ്ടാകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഇപ്പോൾ തൽക്കാലം കൊടുക്ക്, കാരണം കുട്ടീനെ അങ്ങനെ കരയിപ്പിക്കല്ലേ എന്ന് പറയും. എനിക്കെന്തോ കരച്ചിൽ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം ആവശ്യത്തിലധികം കരയുന്ന മോനാണ്. അങ്ങനെ അവൻ വാശി പിടിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ കരയുമ്പോൾ നമ്മൾ അതങ്ങോട്ട് സാധിപ്പിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു പിന്നീട് നമുക്ക് അവന് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് വഴക്ക് പറഞ്ഞ് തിരുത്താമല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും ഭംഗിയായിട്ട് കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു പാച്ചുവിനെ സംബന്ധിച്ചിട്ടോ. പിന്നെ ദേ ചാക്കവും തോമും വന്നിട്ടുണ്ടെങ്കിലും അവർ ജസ്റ്റ് പോയി ഒരു ഹായ് ബായ് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാം. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിരുന്നത്. ഇനിയിപ്പോൾ നാളെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ നാളെ ഞാൻ പകൽ ഞാൻ കാണിച്ചു തരാം ഇന്ന് പടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നാളെയും ജോയ് തന്നെയാണ് വരിക. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.